ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തട്ടുകട സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റും തേങ്ങാപ്പത്തിരിയാണ് തയ്യാറാക്കുന്നത്. രണ്ടും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് തട്ടുകട സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റും തേങ്ങാപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പത്തിരി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളം ഞാനൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് 2.5 ഗ്ലാസ് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. 1 ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം. അപ്പം നമ്മൾ അപ്പത്തിനുള്ള പൊടിയാണ് എടുക്കുന്നത്. അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയുണ്ടല്ലോ, അതേപോലത്തെ പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുറി തേങ്ങ നമുക്കൊന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ഒതുക്കി കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പൊടിയിട്ട് കൊടുക്കാം. അപ്പോൾ പൊടിയിടുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ പൊടിയിടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തിളച്ച വെള്ളത്തിലിട്ട് പൊടി ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിലേക്ക് വേണം നമ്മൾ തേങ്ങ ഒതുക്കിയത് ഇടാനായിട്ട്. പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ തേങ്ങ നമുക്ക് ശരിക്കും എല്ലായിടത്തേക്കും ആയി കിട്ടില്ല. വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ശരിക്കും വെള്ളത്തിലേക്ക് ലയിച്ച് നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ പത്തിരിക്ക്. അപ്പോൾ ശരിക്കും കട്ട കെട്ടാതെ ഒന്ന് നിരടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇത് കൈവച്ച് കുഴക്കണം കേട്ടോ. അപ്പോൾ എന്നാലേ നല്ല സോഫ്റ്റായി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഒരുവിധം പൊടി വേവായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റവിൽ നിന്ന് ഇറക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഈ തവി ഉപയോഗിച്ചൊന്ന് പതുക്കെ ഞെരടി ഒന്ന് കുഴച്ചെടുക്കാം. കാരണം നല്ല ചൂടാണ്, കൈ വെച്ച് കുഴയ്ക്കാനായിട്ട് പാടാണ്. അതല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് വെച്ചൊന്ന് അമർത്തി കുഴച്ച് കൊടുത്താലും മതി. നമുക്ക് ഇതേപോലെ കുഴച്ചെടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത്തിരി തണുത്ത വെള്ളത്തിൽ കൈയൊക്കെ മുക്കിയിട്ട് കുഴയ്ക്കാം. ഒരല്പം കൈക്ക് ചൂട് കുറവ് കിട്ടും. ശരിക്കും നിരടി കുഴയ്ക്കണം, നല്ല സോഫ്റ്റായി വരണം പൊടി. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ വെജിറ്റബിൾ കട്ടിങ് തട്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ച് അതിൻ്റെ കട്ടകളൊക്കെ മാറി നല്ല സോഫ്റ്റായി കിട്ടണം പൊടി. അപ്പോഴേ നമ്മുടെ തേങ്ങാപ്പത്തിരി നല്ല വീർത്ത് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ബോൾസാക്കി എടുത്ത് വയ്ക്കാം. ഇപ്പം എല്ലാം ഞാൻ ബോൾസാക്കി കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട്, ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ കുഴയ്ക്കുമ്പോൾ ഒത്തിരി പാടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് പതുക്കെ ഒന്ന് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. ചപ്പാത്തി പ്രസ്സിലിട്ടിട്ട് പരത്തണമെങ്കിൽ പരത്താട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇതാകുമ്പോൾ ഇത്തിരി ലെങ്ത്തിൽ പരത്തുകയാണെങ്കിൽ നമുക്ക് 2 പത്തിരിയാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ് പേപ്പറിൽ പരത്തി കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ടിഫിൻ ബോക്സിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 എണ്ണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശത്തവ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം പത്തിരി ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ അടിവശം ഒരിഞ്ഞ് വരരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് വീർത്ത് വരും, നല്ല ബബിളായിട്ട് വരും. കണ്ടോ, ഇപ്പം നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പത്തിരി. ഇനി നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം. ഇതും വേവായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വളരെ സോഫ്റ്റായ തേങ്ങാപ്പത്തിരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ട മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ടൈപ്പ് സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സവാള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കുക. കാരണം നമ്മുടെ കറി നല്ല ഡാർക്ക് കളറായി വരണം. അതുകൊണ്ട് ശരിക്കും തന്നെ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും വഴറ്റി കൊടുക്കുക. തക്കാളി നുടഞ്ഞ് വരുന്ന പരുവാവുന്നവരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഇന്ന് നമുക്ക് ആവശ്യമായ ഗ്രേവിക്ക് വേണ്ടിയുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തോരം ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു 1/2 സ്പൂൺ വിനീഗർ ചേർക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. താറാമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഗ്രേവിയൊക്കെ മൊത്തത്തിലാവുന്ന രീതിയിലൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ തട്ടുകട സ്റ്റൈൽ മുട്ട റോസ്റ്റും തയ്യാറായി കഴിഞ്ഞു. അപ്പം നല്ല സോഫ്റ്റായ തേങ്ങാപ്പത്തിരിയാണ്. അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ മുട്ടക്കറിയാണ്, മുട്ട റോസ്റ്റാണ്. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.